കേരളത്തിനകത്ത് മദ്യവും മദിരാശിയുമായിരുന്ന ഒരിടമെന്ന് കേട്ടാൽ അത് ഭായി കോളനിയാണെന്ന് പറയേണ്ടി വരും. അതും പെരുമ്പാവൂരിൽ. നാം ആലോചിക്കണം, കേരളത്തിൽ ഇത്രയും വലിയ പോരാട്ടം തന്നെ നടത്തുന്ന ഈ സാഹചര്യത്തിൽ പോലും അവിടെ മദ്യവും മദിരാശിയും ലഹരി പദാർത്ഥങ്ങളും ലഹരി ഉൽപ്പന്നങ്ങളുമെല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഭായി കോളനിയാണ്. ഇവിടെ ഈ ഭായി കോളനിയിലെ ലഹരി മാഫിയയുടെ വേരുകൾ അത്രത്തോളം ആഴത്തിൽ പടർന്നു കിടക്കുകയുമാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ലഹരി മാഫിയ കണ്ണികൾ ഈ കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലാണ് നാട്ടുകാരും പ്രതിഷേധം ഘടിപ്പിച്ചത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിഷേധക്കാരെ കൊടുക്കാനാണ് പോലീസ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്ന പോലീസ് സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന ഈ വൻ ലഹരി വ്യാപാരം കാണുന്നില്ലേ എന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. ലഹരി തേടിയെത്തുന്നവരെ തടയുകയും അവരെ ഓടിച്ചു വിടുകയും ചെയ്യുന്ന നാട്ടുകാരുടെ ജനകീയ പ്രതിരോധത്തെ അടിച്ചമർത്താൻ ലഹരി മാഫിയയും പോലീസും ഒത്തുകളിക്കുകയാണെന്നുള്ള സംശയമാണ് ഇവിടെ ഇപ്പോൾ ബലപ്പെടുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം ലഹരി ഹബ്ബുകളെ ഇല്ലാതാക്കാൻ പോലീസിന് ആർജവമില്ലെങ്കിൽ ജനങ്ങൾ ഇനിയും തെരുവിൽ ഇറങ്ങുക തന്നെ ചെയ്യും. ലഹരി മാഫിയെ തടയാൻ അല്ലെങ്കിൽ ലഹരി മാഫിയെ തൊടാൻ പോലും പേടിക്കുന്നവർ പ്രതിഷേധക്കാരെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്നാണ് നാട്ടുകാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന അനാശാസ പ്രവർത്തനങ്ങളുടെ ഭീകരത വിവരിക്കാത്തവരാണ്, അല്ലെങ്കിൽ വിവരിക്കാൻ പോലും സാധിക്കാത്തവയാണ്. പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് എത്തിച്ച് ഇവിടെ അനാശാസത്തിന് ഇരയാക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന പ്രദേശവാസികൾക്കും മതസാമൂഹിക സംഘടനകൾക്കും നേരെയാണ് പോലീസിന്റെ ലാത്തികളെല്ലാം ഓങ്ങുന്നതും. പെരുമ്പാവൂര്, കുന്നത്നാട് MLA മാരും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും പോലീസിന്റെ നിസ്സംഗത പ്രകടവുമായിരുന്നു. ലഹരി സംഘങ്ങൾക്ക് വിടുവേല ചെയ്യുന്ന പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാണ് വേങ്ങോലിലെ വീട്ടമ്മമാരടക്കം ആവശ്യപ്പെടുന്നതും. കഴിഞ്ഞ ഞായറാഴ്ച ലിജ മൊബൈൽ എന്നൊരു സ്ഥാപനത്തിലെ ഉടമയെ മർദ്ദിച്ചെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഷെരീഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ കടയിലെ PTM സ്കാനർ ഉപയോഗിച്ച് ലഹരി പണം ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് ഷംദ ഷെരീഫ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നാട്ടിലെ തിന്മയ്ക്കെതിരെ ഇടപെട്ട ഷെരീഫിനെ ക്രൂരമായി മർദ്ദിച്ച തൊഴിലാളികളായി മുദ്രകുത്തി പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് ഷെരീഫിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലഹരി മരുന്നിന് അടിമകളായവർ ഈ കോളനിയിൽ വന്ന് പോകുന്നതിന്റെ നിരവധി തെളിവുകൾ നാട്ടുകാർ പോലീസിന് നൽകിയിട്ടും ഒരൊറ്റ ലഹരി കച്ചവടക്കാരനെ പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല, ഇവർക്ക് കഴിവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ പോലീസിന്റെ ലഹരി വിരുദ്ധ നിലപാട് വെറും പ്രഹസനമാണെന്നാണ് വ്യക്തമാകുന്നത്. മലയാളികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും തമ്മിൽ തെറ്റിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് പോലീസ് നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ നാട്ടുകാർ പറയുന്നത് ലഹരി മാഫിയയിൽ മലയാളികളും ഇതര സംസ്ഥാനക്കാരും ഒരുപോലെ പങ്കാളികളാണെന്നാണ്. വംശീയമായ ഒരു പ്രശ്നവുമില്ല ഇതെന്നും, മറിച്ച് നാടിന്റെ ആരോഗ്യത്തെയും സുരക്ഷയും ബാധിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെയുള്ള പോരാട്ടം മാത്രമാണിതെന്നും, ഈ മാഫിയെ സഹായിക്കാൻ വേണ്ടി ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് കള്ളപ്പരാതി നൽപിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നതെന്നും, ലഹരിക്ക് ജാതിയോ മതമോ ദേശമോ ഇല്ല എന്നുമാണ്, അതിനാൽ തന്നെ ഇതിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും നാട്ടുകാർ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ഭായി കോളനിയിലെ അനധികൃത കെട്ടിടങ്ങളും അവിടെ താമസിക്കുന്നവരുടെ രേഖകളും പരിശോധിക്കാൻ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലീസ് അനുവദിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഈ ലഹരി മാഫിയ പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുമുണ്ട്. റൂറൽ SP പുതുതായി ചുമതലയേറ്റ സാഹചര്യത്തിൽ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത ആ നടപടി ആത്മവിശ്വാസം പോലും തകർക്കുന്ന കൂടിയാണ്. കേരളം LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിട്ടും പെരുമ്പാവൂരിലെ ഈ ലഹരി താവളത്തെ തൊടാൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ വരെ സ്വാധീനമുള്ള വൻ തോക്കുകളാണ് ഈ ലഹരി കച്ചവടത്തിന് പിന്നിലുള്ളതെന്ന് നാട്ടുകാർ തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിന്റെ ഒത്താശയോടെ നടക്കുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ചില്ലെങ്കിൽ പെരുമ്പാവൂർ മറ്റൊരു ഗുണ്ടാക്കോട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചപ്പോൾ ലഹരി കച്ചവടത്തിന് ചെറിയൊരു ശമനം വന്നിരുന്നു. എന്നാൽ ഇതിന് തടയിടാനാണ് പോലീസ് ഇവിടെ ഇടപെട്ടിരിക്കുന്നതും. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിന് പകരം നാട്ടുകാരെ ഭയപ്പെടുത്തി വീട്ടിലിരുത്താനാണ് ശ്രമങ്ങളെല്ലാം നടക്കുന്നത്. ഒരു എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പോലും പോലീസ് പരിഗണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ഒത്തുതീർപ്പ് നാടകം മാത്രമാണെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. അന്യായമായി അറസ്റ്റ് ചെയ്ത ഷെരീഫിനെ എത്രയും വേഗം വിട്ടയക്കണമെന്നും കോളനിയിലെ ലഹരി അനാശാസ കേന്ദ്രങ്ങൾ ശാശ്വതമായി പൂട്ടണമെന്നുമാണ് വേങ്ങോലയിലെ ജനങ്ങളുടെ ഏക ആവശ്യം. ജനപ്രതിനിധികൾ തന്നെ പോലീസിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഗൗരവമായി കണ്ട് സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ ജനകീയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ സെക്രട്ടറിയേറ്റിന് മുന്നിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നാട്ടുകാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും മയക്കുമരുന്ന് മാഫിയയുടെ വിതരണ ശൃംഖലകൾ തകർക്കാനും അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പരിശോധിക്കുകയും വേണമെന്നും NCB അടക്കമുള്ള ഏജൻസികൾ പെരുമ്പാവൂരിൽ ഇടപെടേണ്ടതുണ്ട്. കുറ്റവാളികൾക്ക് കൂടപിടിക്കുന്ന പോലീസിന്റെ നയം മാറ്റിയില്ലെങ്കിൽ ഇത് വലിയൊരു സാമൂഹ്യ ദുരന്തത്തിന് വഴിവെക്കുകയും ചെയ്യും. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളം നശിച്ച് നാറാണ കല്ലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. യുവാക്കൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നതും കോളനി കേന്ദ്രീകരിച്ച് ക്രിമിനൽ സംഘങ്ങൾ രൂപപ്പെടുന്നതും തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ വരും തലമുറ നമ്മോട് പൊറുക്കുകയുമില്ല.
ഒരു പൊതുപ്രവർത്തന്റെ അറസ്റ്റ് കൊണ്ട് ജനങ്ങളുടെ വായടപ്പിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട. ഇതിലും വലിയ പ്രതിഷേധങ്ങൾ ഈ മണ്ണിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിന്റെ റിപ്പോർട്ടുകൾ എന്ത് തന്നെ ആയാലും ജനങ്ങളുടെ കോടതിയിൽ ഈ നീതികേടിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ലഹരിയില്ലാത്ത കേരളം എന്ന മുദ്രാവാക്യം പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഭരണകൂടം കൂടി തയ്യാറാവുകയും വേണം. ഭായി കോളനിയിലെ ഗുണ്ടാവിളയാട്ടങ്ങൾക്കും ലഹരി മാഫിയയ്ക്കും സർക്കാർ അറുതി വരുത്തിയേ തീരൂ. ജനകീയമായ ഈ പോരാട്ടത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോ പോലീസുകാരനും ഓരോ ഉദ്യോഗസ്ഥനും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ലഹരിക്കെതിരെ കൈകോർത്ത ആ നാട്ടുകാരെയും അവരുടെ പോരാട്ടത്തെയും തകർക്കാൻ ഒരു അധികാര ശക്തിക്കും കഴിയില്ല എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇവിടെ മദ്യം, മദിരാശി അതുപോലെ തന്നെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഒരു നാട്ടിലേക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആരാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സർക്കാർ അറിയുന്നില്ല എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ സർക്കാരെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അറിയുന്നില്ലെന്നാണോ പറയേണ്ടത്? പോലീസ് എന്ത് ചെയ്യുന്നു? അതുപോലെ അവിടുത്തെ ജനപ്രതിനിധികൾ ചോദ്യം ചെയ്താൽ അവർക്കെതിരെ കേസെടുക്കുന്ന പോലീസാണെങ്കിൽ ആ പോലീസിന് അവിടെ എന്താണ് പണിയെന്നാണ് നാട്ടുകാർ പോലും ചോദിച്ചു വെക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പെരുമ്പാവൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുണ്ടാകണ്ടെങ്കിൽ കൃത്യമായി സർക്കാരും പോലീസും ഇതിന് തക്കതായ നടപടി സ്വീകരിച്ചേ മതിയാകും എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.